ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. നമ്മൾ ഈ വലിയ വില കൊടുത്തൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയാലോ. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ നല്ല ഭയങ്കര വിലയല്ലേ നമ്മൾ ഇച്ചിരി കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മളൊരു പാക്കറ്റ് മേടിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ചിലവ് വരുന്ന രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കസ്റ്റാർഡ് പൗഡർ നമുക്കിന്ന് ഉണ്ടാക്കാവേ. അതിന് ഞാനിതേ ഒരു മിക്സിയുടെ ജാർ, ഇച്ചിരി വലിയ ജാറാണ്, എൻ്റെ ചെറിയ ജാറിന് ഇച്ചിരി കംപ്ലയിൻറ്റ് കാരണം ഞാൻ ഈ ജാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിനകത്തേക്ക് ഞാൻ ഈ 60 മില്ലി ഈ കപ്പിനകത്ത് 1 കപ്പ് പഞ്ചസാര ആദ്യമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. അടിപൊളിയായിട്ട് നിർമ്മിക്കാൻ പറ്റി, വലിയ വില കൊടുത്തൊന്നും മേടിക്കേണ്ടത്. നമ്മളങ്ങനെ 1 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇത് നല്ലപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തോണ്ടിരിക്കുക, മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് തന്നെ. ഇതങ്ങനെ നമ്മുടെ പഞ്ചസാര നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. നമ്മൾ ഈ കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്തു, ഈ കപ്പിന് 1 കപ്പ് പാൽപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് ഇത് കണ്ട് ആ കപ്പിന് നമ്മൾ പഞ്ചസാര എടുത്ത് അതേ കപ്പിന് ഇത് 1 കപ്പ് നമ്മുടെ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന അമൂലിൻ്റെയാണ്, നമുക്ക് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് സെയിം 1 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറിന് പകരം വേറെ മൈദയോ അരിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കരുത്. കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിനകത്ത് 1 കപ്പ് കോൺഫ്ലവർ കൂടെ കൊണ്ടുവന്ന് നമുക്കിതിനകത്തേക്ക് ഇടാവേ. അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് ഈ 60 മില്ലി കപ്പിനകത്ത് തന്നെ 60 മില്ലിയുടെ ഈ കപ്പിനകത്ത് തന്നെ നമ്മൾ സെയിം എല്ലാം ഒരുപോലെ ചേർക്കണം. നമ്മൾ അതിനകത്തേക്ക് 1 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ തന്നെ ചേർക്കണം, അതിനകത്ത് വേറെ മൈദ അരിപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. കോൺഫ്ലവറും പാൽപ്പൊടിയും പഞ്ചസാരയും. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒരു ചെറിയൊരു മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്ന, ഒരു യെല്ലോ കളർ. അപ്പോൾ നമുക്കൊരു ശകലം ഫുഡ് കളർ കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒരു യെല്ലോ കളറുണ്ടല്ലോ ഒരു ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത് ഞാൻ ഒരു യെല്ലോ കളറ് ഫുഡ് കളറ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ വാനില കസ്റ്റാർഡ് പൗഡറാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു വാനിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിത് വാനിലയുടെ എസൻസ് ഒഴിച്ചു കൊടുത്തു. നമുക്കിനിയിപ്പോൾ വാനിലയുടെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് വേണേൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അതില്ല, ഞാൻ എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് പൗഡർ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് തെള്ളിയെടുക്കാം. ഇതിനകത്തും ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ കൂട്ട് കളറിൻ്റെയാണ്, പക്ഷേ ഇത് നല്ല മഞ്ഞ കളറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ കസ്റ്റാർഡ് പൗഡർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, നമുക്കൊരു വർഷം വരെയൊക്കെ ഇത് കേടാകാതിരിക്കും. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത് വെച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും ബാക്കി കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓളെന്ന ഓപ്ഷൻ ആക്കിയിടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.